ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമേ. അപ്പൊ നാളത്തെ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പം ഗോവർദ്ധൻ ആകെപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. ഇനി എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് എല്ലാ സത്യവും വെളിയിൽ കൊണ്ടുവരണം. ഇപ്പൊ മാധ്യമങ്ങളെ ആണെങ്കിലും അതുപോലെ തന്നെ പോലീസിനെയോ കോടതിനെയോ എല്ലാവരെയും വിവരം അറിയിച്ച് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കണം. ഇല്ലെങ്കിൽ രോഹിത് ഓരോ ദിവസം അവിടെ കഴിയും തോറും ഒന്ന് ഓർത്തു നോക്കി, നിരപരാധിയായി അവനല്ലേ അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ തന്നെ പറയുകയാണ്, അങ്ങനെ എടുത്തു ചാടി ഒന്നും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ആ പെങ്കൊച്ചു മൊഴിമാറ്റി പറഞ്ഞ പ്രശ്നമാവും. അലീന പറഞ്ഞിട്ടുണ്ട്. അപ്പം അലീന പറഞ്ഞതുപോലെ നീങ്ങാമെന്നും അലീന പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. എടുത്തു ചാടി നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ ബാലേട്ടന്റെ തീരുമാനം എന്താണോ അതുപോലെ കാര്യങ്ങളൊക്കെ നീക്കിക്കുക. പക്ഷെ വെച്ച് താമസിപ്പിക്കരുത് ബാലേട്ട. എത്രയും പെട്ടെന്ന് വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഓരോ ദിവസവും നിരപരാധിയായ നമ്മുടെ രോഹിത് ജയിലിൽ കിടക്കുന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെ മറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ അവന്റെ ഒരു അവസ്ഥ. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവനും അറിയാം. അവന്റെ മാനസികാവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുക. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഭാവി, അവന്റെ ജീവിതം, അതുപോലെ അവന്റെ സഹോദരിമാരുടെ ജീവിതം, ഇതെല്ലാം നമ്മൾ നോക്കണ്ടേ. അപ്പം ഏതായാലും പത്രമാധ്യമ പ്രവർത്തകരെ വിളിച്ച് തന്നെ വേണം ഈ ഒരു സത്യം പുറത്ത് വിടിപ്പിക്കാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാരറിയില്ല. നാട്ടുകാരൊക്കെ അറിയണം നിരപരാധിയായ ഒരുത്തനെയാണ് ഈ വിധത്തിൽ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ആക്കി തീർത്തത്. ഇവനെ ഈ ഒരു അറ്റം വരെ എത്തിച്ചത് ആ CI തന്നെയല്ല. അപ്പൊ ആ CIയുടെ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അവനെ വെറുതെ വിടാൻ പാടില്ല. മാക്സിമം അവന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന എത്രമാത്രം ശിക്ഷയാണോ അതവന് മേടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു നിരപരാധിനെ വെറുതെ പേരെഴുതി അതും ആ പെങ്കൊച്ചിനോട് അവനും കൂടെ ഇരുന്നോട്ടെ എന്ന് പറയുന്ന എന്ത് മനസാക്ഷി ഇല്ലാഞ്ഞിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ബാലേട്ടൻ എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നീക്കണം എന്നൊക്കെ ഗോവർദ്ധനും പറയാണ് കേട്ടോ. അലീന പറഞ്ഞതുപോലെ നമുക്കിപ്പം സമീപനം പാലിക്കാം. എന്നിട്ട് പതിയെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് തന്നെയാണ് ഗോവർദ്ധനും പറയുന്നത്. അപ്പം ബാലചന്ദ്രൻ അലീന പറയുന്നത് കേൾക്കുന്നു, ഗോവർദ്ധനും അലീന തന്നെ പറയുന്നത് കേൾക്കുന്നു. അത് തന്നെയാണ് ഇവർക്ക് നല്ലത്. കാരണം അലീന കാര്യങ്ങളൊക്കെ വേണ്ട വിധം നല്ല രീതിയിൽ എന്താ പറയാ, ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ കൈകാര്യം ചെയ്യാൻ മിടിക്കുക. അവക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞപ്പം ഗോവർദ്ധനും കാര്യങ്ങളൊക്കെ അലീന ഓക്കെ എന്നാ പിന്നെ അലീന അങ്ങനെ പറഞ്ഞെങ്കിൽ ഓക്കെ വെക്കുന്നത്. വെറുതെ അലീന പറഞ്ഞിട്ട് ഓക്കെ വെക്കുന്നതല്ല കേട്ടോ. അലീന പറയുന്നതൊക്കെ ശരിയാണ് എന്ന് ഒരു തരത്തിൽ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അലീന പറയുന്നതിന് എല്ലാവരും ശരി വെക്കുന്നത്. ഏതായാലും വക്കീൽ എത്തുകയാണ് കേട്ടോ. അപ്പൊ വക്കീലിനെ കണ്ട് വക്കീല് വീട്ടിൽ എത്തുകയാണ്. വേറെ ആരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും വക്കീലിനോടും ഡോക്ടറിനോടും സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഒരു പഴമൊഴി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വക്കീൽ വരുന്നു. വക്കീൽ വന്ന ഉടനെ തന്നെ വക്കീലിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അങ്ങനെ വക്കീല് ഇത് കേട്ടതും വക്കീൽ പറയുന്നത് വേറൊന്നുമല്ല, അലീന പറയുന്ന കാര്യം തന്നെയാണ് വക്കീലും പറയുന്നത്. രമ്യമായി വേണം എല്ലാം ചെയ്തു തീർക്കാനായിട്ട്. എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്താൽ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിന മാത്രമേ ഉണ്ടാക്കി വെക്കുകയുള്ളൂ. അലീന പറഞ്ഞതാണ് അതിന്റെ ശരി. എങ്ങനെയെങ്കിലും അലീനയ്ക്ക് ഈ കാര്യം ഒന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ വക്കീലും അലീനയോട് ചോദിക്കുന്നത്. കാരണം അലീന ശരണ്യ ബന്ധം എന്താണെന്ന് നന്നായിട്ട് അറിയാലോ. വക്കീലിനോട് പറഞ്ഞു, ശരണ്യ അലീനയോട് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അലീന ശരണ്യക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിട്ട് മാറിക്കഴിഞ്ഞപ്പം അതുകൊണ്ട് അലീനയെ കൊണ്ട് പറയിപ്പിക്കാം. എങ്ങനെയെങ്കിലും ഒന്നുകൂടെ ഒന്ന് പോയി കണ്ട് അലീനയെ മൊഴി മാറ്റി പറയണം. അലീന കൊടുത്ത മൊഴിയല്ല, സത്യം അലീന പറയണം. അത് പറയിപ്പിക്കണം. ശരണ്യയുടെ മൊഴി മാറ്റി പറയിപ്പിക്കണം. അത് അലീനയെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നാണ് വക്കീൽ പറയുന്നത്. അപ്പൊ വക്കീലിനോട് അലീന പറയാണ്, സാറേ ഞാൻ എങ്ങനെയാണ് ചെയ്യുക സാറേ, ഞാൻ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? ഇപ്പൊ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നതും ആ കോളനിക്കകത്ത് കയറുന്നതും ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. രാഷ്ട്രീയക്കാരും സമുദായക്കാരൊക്കെ പലരും എന്നെ എതിർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ വീട്ടിൽ കയറി പറ്റിയത് വേറൊന്നിനുമല്ല. ഒരിക്കലും ഞാൻ ദുരുദ്ദേശമോ എന്റെ മനസ്സിൽ രോഹിത്തിനെ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ രോഹിത്ത് നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ തന്നെ രോഹിത്തിനെ രക്ഷിക്കണം, രോഹിത്ത് ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യനാണെന്നോ ഒന്നും കരുതിയിട്ടല്ല ഞാൻ പോയി ആ പെങ്കൊച്ചിനോട് സംസാരിച്ചതൊക്കെ. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ആ പെങ്കൊച്ചിനോട് സംസാരിച്ചത്. ഒരു അതിജീവിത എന്ന നിലയ്ക്ക് ഞാൻ അവളെ കണ്ടു, സംസാരിച്ചു. എനിക്ക് എന്തോ അവളോട് ഒരു സഹതാപം തോന്നി. സഹതാപത്തിലുപരി അവളെ എനിക്ക്
നല്ല രീതിയിൽ കൊണ്ടുവരണം. ഒരുപക്ഷെ ഞാനും കൂടെ അതിലൊരു പങ്കാണല്ലോ. ഞാൻ ഒരു ദിവസം ഈ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് പോലീസിന്റെ മുമ്പിൽ ഞാൻ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഹരിയും രോഹിത്തും ഈ പറയുന്നവരാരും ഇതൊന്നും ചെയ്യില്ലായിരുന്നു എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കയറി വന്നു. ഇതിനും ഞാനൊരു ആണോ എന്നൊക്കെ ഓർത്തിട്ടാണ് സാർ ഞാൻ അവളെ പോയതും അവളോട് സംസാരിച്ചതും. പിന്നെ അറിയാലോ, ഞാൻ വളർന്ന ഒരു അനാഥാലയത്തിലാണ്. അവിടെ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പല മുഖങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആൾക്കാര് പല വിധത്തില് ഭ്രാന്തുള്ളവര്, അതുപോലെ തന്നെ സമനില തെറ്റി കുടുംബം എല്ലാം വിട്ട് വന്ന് നിൽക്കുന്ന ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കൊലയാളികള്, ജയിലിൽ കിടന്നിട്ട് വന്നവര്, ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച അമ്മമാര്, അച്ഛന്മാര്, അതുപോലെ കുട്ടികള്, ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ സ്നേഹിച്ച് പരിപാലിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നൊരു കഴിവുണ്ടല്ലോ. ആ കഴിവ് എനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഞാൻ കാരണമെങ്കിൽ ഒരു കുട്ടി രക്ഷപ്പെടുകയാണെങ്കിൽ, അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഒരുപക്ഷെ അത് നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ രോഹിത്തിനെ രക്ഷിക്കണം എന്നൊരു ചിന്താഗതിയല്ല. പക്ഷെ അവരൊക്കെ അതങ്ങനെ ആക്കി തീർക്കും. ഇപ്പം എല്ലാവരും ഇനി പറയാൻ പോകുന്നത്, അപ്പോഴും വക്കീല് പറയുന്നത്, അലീന നിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്, നിന്റെ കയ്യിലാണ് ആ ഒരു പിടിച്ചു കയറാനുള്ള ഒരു പഴുതുള്ളത്. അപ്പൊ നീയും കൂടി വിചാരിക്കണം, ഒരിക്കലും നീ കള്ളം പറയുന്നതല്ലല്ലോ, നിന്നോട് ശരണ്യ പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ ശരണ്യ എല്ലാം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അവള് പറഞ്ഞത് കള്ളമല്ല, നീയും കള്ളം പറയുന്നതല്ല, നീയും ഒരിക്കലും നിന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലല്ലോ, സത്യമായ കാര്യമല്ലേ. അപ്പം നീ തന്നെ മുൻകൈ എടുത്ത് പതിയെ പതിയെ അവളെ പോയി കണ്ട് അവളുടെ മനസ്സ് മാറ്റിയെടുക്കണം. അവളുടെ മനസ്സിൽ എന്താണ്, അവളുടെ മനസ്സിൽ കോടതിക്ക് മുമ്പിൽ അവൾ തുറന്നു പറയാൻ തയ്യാറാണ് എങ്കിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവൾക്ക് തുറന്നു പറയാൻ തയ്യാറാണെങ്കിൽ, അത് നീ തയ്യാറല്ലെങ്കിൽ നീ തയ്യാറാക്കി എടുക്കണം. നീ വിചാരിച്ചാൽ അത് പറ്റുമല്ല, നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രനും പറയുന്നുണ്ട്, മോളെ നിന്റെ കയ്യിലാ മോളെ, എന്റെ മകന്റെ ജീവിതം ഇപ്പോൾ ഉള്ളത് നിന്റെ കയ്യിലാണ്, നിന്റെ ആങ്ങളെ അല്ലേടി എന്നുള്ള രീതിയിൽ ദയനീയമായി നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് കരയാതെ കരയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും എന്റെ മകനെ രക്ഷിക്കണം, നിരപരാധിയായ അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല എന്ന് അലീനയോട് അപേക്ഷിക്കുന്നു. എല്ലാം ഇപ്പൊ അലീനയ്ക്കാണ് കേട്ടോ. പ്രഷർ എന്ന് പറഞ്ഞാൽ അലീനയ്ക്ക് ഇനി ഷുഗർ വരുമോ കൊളസ്ട്രോൾ വരുമോ, പ്രഷർ 4 സൈഡിൽ നിന്നും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ അലീന നിൽക്കുകയാണ്. അപ്പം വക്കീൽ വന്ന് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നു, അത്രയും പെട്ടെന്ന് നമ്മുടെ രോഹിത്തിന് ഇറങ്ങാൻ പറ്റുന്നു വക്കീൽ വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ വക്കീലിന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, പേടിക്കണ്ട. അലീനയ്ക്കും ധൈര്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം, സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകണം. അലീനയോട് പറയുന്നുണ്ട്, ശരണ്യോട് പറയണം, ഒരിക്കലും നിങ്ങൾക്കിത് ദോഷമായിട്ട് വരില്ല, ഒരിക്കലും ശരണ്യക്ക് ഇത് ദോഷമായിട്ട് വരില്ല. അവൾ ആ സമയത്ത് അബോധാവസ്ഥയിലല്ലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് മൊഴി മാറ്റി പറഞ്ഞതാണെന്നും പറയണ്ട. ആ സമയത്ത് അവൾക്ക് ബോധം നന്നായിട്ട് വന്നിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് അവളുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു. അപ്പം എന്തു പറയണം, ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ആണ് എനിക്ക് ഇത് കിട്ടാതിരുന്നത് എന്നും പറയാം. പിന്നെ പോലീസ് പറയിപ്പിച്ച് സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചു എന്ന് പറയണം. അങ്ങനെയും കൂടെ പറഞ്ഞാലേ കാര്യമുള്ളൂ. കാരണം അങ്ങനെ പോലീസുകാർ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. വെറും ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരു മനുഷ്യനെ പോലീസുകാർ ഇപ്പം അങ്ങ് ജയിലിൽ കൊണ്ട് കിടത്തിയെങ്കിൽ അവന്മാരെ അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് തന്നെയാണ് വക്കീലും പറയുന്നത്. ഇത് മിക്കപ്പോഴും നടക്കുന്ന സംഭവമാണ്. പല കേസുകളും ഇങ്ങനെ തന്നെയാണ്. പല കേസുകളിലും നിരപരാധികൾ ഇപ്പം ജയിലിൽ കിടപ്പുണ്ട്. ഇത് കാരണം പല കേസുകളും നിരപരാധികൾ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അലീന അങ്ങനെ ഒരു നിരപരാധി ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. ഒരു പെണ്ണെന്ന നിലയിൽ അവർക്ക് നീതി കിട്ടണമെങ്കിൽ, ഒരാണെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നിരപരാധി എന്ന നിലയിൽ നമ്മുടെ രോഹിത്തിന് നീതി മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് അലീനയോട് ഒച്ചത്തിൽ നമ്മുടെ വക്കീല് പറയുന്നത് കേട്ടോ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനു അലീനയെ വിളിക്കുകയാണ്. അപ്പൊ അലീനയെ വിളിച്ചിട്ട് മനു പറയുക, അലീനെ നിന്നെ കൊണ്ടല്ലേ പറ്റത്തുള്ളൂ, അലീനെ ഇതിനെല്ലാം നീ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരം കാണാനായിട്ട് സാധിക്കും. നീ തന്നെയാണ് പറയുന്നത് പോകണ്ട, പത്ര ഓഫീസിൽ പോകണ്ട, മാധ്യമങ്ങളെ കാണണ്ട, പോലീസിനെ കാണണ്ട. അപ്പൊ ഇതിന് ഒരു തീരുമാനം വേണ്ടേ? നിരപരാധിയായ രോഹിത്തിനെ നമുക്ക് രക്ഷിക്കണ്ടേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അപ്പൊ നീ തന്നെ മുന്നിട്ട് ഇറങ്ങണ്ടേ അലീന? എന്താ അലീന ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന പറയാ, എന്റെ ദയനീയാവസ്ഥ മനുവേട്ടൻ മനസ്സിലാക്കണം. ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു ആ സമയത്ത് തന്നെ അവരെന്നെ ചെയ്ത ക്രൂരതകളും അതിക്രമങ്ങളും ഒക്കെ കണ്ട ഒരാളാണ് മനുവേട്ടൻ. അത് അറിഞ്ഞൊരാളല്ലേ മനുവേട്ടൻ. ഞാനപ്പം വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഇപ്പം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും അവള് സത്യം പറഞ്ഞു എന്ന്. അന്ന് ഓമനക്കുട്ടൻ എന്റെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. ഓമനക്കുട്ടൻ അവിടെ എല്ലാവരോടും പറഞ്ഞു കാണുമായിരിക്കും. അപ്പൊ ആ ഒരു ഇതിന് എനിക്കിനിയിപ്പൊ അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അവരെന്നെ സ്വീകരിക്കുവോ? അവര്
അലീനയല്ല സോറി, ശരണ്യെ കാണിക്കാൻ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും മനുവേട്ട, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛന്റെ വേദനയും എല്ലാവരുടെയും വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിരപരാധിയായ രോഹിത് കുറ്റം അനുഭവിക്കുകയാണെന്ന് അതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മള് അവളുടെ കാര്യം കൂടെ ഇതിലെടുക്കണ്ടേ? കാരണം എല്ലാവരും അവളെയും ഇപ്പൊ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പറയരുത് പറയരുത് പറയരുത്, മൊഴി മാറ്റി പറയരുത് പറയരുത് എന്ന്. അപ്പം അത് അവൾ അതിജീവിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിരുന്നാലും അവൾക്കൊരു മനസ്സാക്ഷിയുള്ളൊരു മനസ്സുണ്ട്. അത് ഞാൻ നന്നായിട്ട് കണ്ടതാ മനുവേട്ട. അവള് പറയും, അവള് കോടതിയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവള് കോടതിയിൽ പറയും രോഹിത് തെറ്റുകാരനല്ല എന്ന് അവള് പറയും. കാരണം അവളുടെ മനസ്സാക്ഷി അവളെ അത് പറയിപ്പിക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഇനിയിപ്പോ നമ്മൾ പ്രഷർ ചെലുത്താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ അതോ ഗതി ആവുകയേ ഉള്ളൂ. അവള് തന്നെ പറഞ്ഞോളൂ ബാക്കി കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മനുവേട്ട എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്. എനിക്ക് ഒരിക്കലും അവളുടെ വീട്ടിൽ പോയി ഇത് ഒന്നും കൂടെ ചോദിക്കുവാനോ കുത്തിക്കിഴിഞ്ഞ് ചോദിക്കുവാനോ ഒക്കെ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ചെല്ലുന്നത് പിന്നെ ഇതിന് തന്നെ ആയിരുന്നു എന്ന് അവർ ചിന്തിച്ചു പോവില്ലേ. ആ ഒരു മനസ്സ് എനിക്കില്ല മനുവേട്ടാന്ന് പറയുന്നുണ്ട്. ഏതായാലും കമലയും ശിവനും ഒക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നിൽക്കുക. കമലയാണെങ്കിലും അനുവിനോട് നിനക്ക് അലീനയോട് പറയത്തില്ലേ, നീ അലീനയുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നതല്ലെന്ന് വെച്ചപ്പോ ഞാൻ മണപ്പിച്ച് നടക്കുന്നു, ആര് മണപ്പിച്ച് നടക്കുന്നു, എനിക്ക് അവളുടെ പുറകെ മണപ്പിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ഞാൻ ആരുടെയും പുറകെ മണപ്പിച്ചൊന്നും നടക്കുന്നില്ല. മാത്രമല്ല ഹരീനെ ചെന്ന് രക്ഷിക്കാൻ പറയാൻ അവൻ നിരപരാധിയൊന്നുമല്ലല്ലോ. ഈ പറയുന്ന രോഹിത് നിരപരാധിയാണെന്ന് ആ ശരണ്യെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ പിന്നെ അവളുടെ കുറെ നുണ ബാലചന്ദ്രൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും. ബാലചന്ദ്രൻ പറഞ്ഞു കാണുമായിരിക്കും ആ ശരണ്യോട് ചെന്ന് പറയാനായിട്ട്. ഇതെല്ലാം ഒത്തുകളി തന്നെയാ, എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, പാവം. അവനിപ്പം ജയിലിൽ കിടക്കും, മറ്റവൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. കണ്ടോ, അത് തന്നെയാ സംഭവിക്കാം. നിനക്ക് നാണമില്ലടാ, നിന്റെ അനിയനെ ജയിലിൽ നിന്ന് ഇറക്കാതെ വേറെ ഒരുത്തന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ നിനക്ക് നാണമില്ലേ? നിനക്ക് നാണക്കേടില്ലെന്ന് വെച്ചപ്പോ ഇതിൽ കൂടുതൽ എന്ത് നാണക്കേടാ അമ്മ ഉണ്ടാകാനുള്ളത്? പീഡനവീരനായ അനിയന്റെ പീഡനവീരനായ ഒരുത്തന്റെ ചേട്ടനാണെന്ന് ഞാനിങ്ങനെ എല്ലാവരും പറയുന്നു. പിന്നെ എനിക്കിപ്പം ജോലി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് തട്ടിമുട്ടി ജോലി ചെയ്തു പോകുന്നു. ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ? കണ്ടില്ലേ ബബിതയും കൃഷ്ണമോളും ഒക്കെ സ്കൂളിൽ പോകാതിരിക്കുന്നത്. പിന്നെ ബബിത സ്കൂളിൽ പോലെ കൃഷ്ണമോള് സ്കൂളിൽ പോയിട്ടുണ്ട്, അവർക്കൊരു പിടിബലം കിട്ടിയിട്ടുണ്ടല്ലോ. അവളുടെ ചേട്ടൻ നിരപരാധിയാണെന്ന് അവർക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു മനോധൈര്യം വന്നിട്ടുണ്ട്. അവള് സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ അവള് സ്കൂളിൽ പോയി, ഇവിടെ ആർക്കും പോകണ്ടല്ലോ, കോളേജ് ഒരിടത്തും പോകണ്ടല്ലോ, നീ ഇങ്ങനെ ഇരുന്നോടാ, നീ ഇങ്ങനെ ഇരുന്നോ കൊണാഞ്ചനായിട്ട്. നിനക്ക് പറ്റുമെങ്കിൽ അലീനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കാനൊക്കെ നമ്മുടെ കമലയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശിവശങ്കര മേനോനും പറയുന്നുണ്ട്. കമലയ്ക്കും ശിവശങ്കര മേനോനും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാജീവൻ നമ്മുടെ രോഹിത്തിന്റെയും അലീനയുടെയും ബാലചന്ദ്രന്റെ ഒക്കെ കൂടെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ബാലചന്ദ്രനല്ല രാജീവനും പറയുന്നത്. ഏതായാലും ഇതൊക്കെ നമ്മുടെ വൈജയുടെ ചെവിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, ഇനി ഒരു ഉടവാളുമായിട്ട് ഇറങ്ങുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്ന് നിർത്തുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് പറയാനുള്ളത്, നമ്മള് എന്നും രാവിലെ ഒരു 7:30യോട് കൂടി തന്നെ നമ്മുടെ അലീനയുടെ കഥയും അതുപോലെ ഒരു 8 മണി 8:30യോടൊക്കെ കൂടിയും രേവതിയുടെയും സച്ചിയുടെയും കഥയും ഒരു 9 മണി 9:30യോടൊക്കെ കൂടി നയനയുടെയും ആദർശിന്റെയും കഥയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പണ്ടത്തെ അതേ സപ്പോർട്ട് വീണ്ടും തരിക. അപ്പൊ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് കുറെ ലെങ്തിലാണ് നമ്മൾ കഥ പറയുന്നതെന്ന്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മൾ ഡയലോഗ് ഇട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ കഥ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാതിരിക്കാം, ഇടയ്ക്ക് വരുന്നവരൊക്കെ ആയിരിക്കാം ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മുടെ കഥ കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണല്ലോ കൂടുതലും ഉള്ളത്. അപ്പൊ അവർക്കൊക്കെ ഞാൻ മുന്നേ ചെയ്തതും ഈ ഡയലോഗ് ഇട്ട് തന്നെയാണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഒരു ഡയലോഗ് പോലും നമ്മൾ മാറ്റാറില്ല, എല്ലാ ഡയലോഗും അതേപടി. നമ്മളിപ്പോ സച്ചി പറയുന്നതാണെങ്കിൽ സച്ചി പറയുന്നതായിട്ടും, രേവതി പറയുന്നതാണെങ്കിൽ രേവതി പറയുന്നതായിട്ടും, അലീന പറയുന്നതാണെങ്കിൽ അലീന പറയുന്നതായിട്ടും, ബാലചന്ദ്രനാണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നതായിട്ടും, അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് എല്ലാ ഡയലോഗ്സും നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയി പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ.